ഇന്നത്തെ നോമ്പുതുറ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് നോക്കട്ടെ. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ഏതോ വീഡിയോ ഇട്ടപ്പോൾ നഖം വെട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കമൻറ്റ് വന്നിട്ടോ. അപ്പോൾ അത് നഖമൊക്കെ ഞാൻ ഇവിടെ വെട്ടി മാറ്റുന്നുണ്ട്. നോമ്പായതുകൊണ്ട് വെട്ടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് നഖം വെട്ടാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ വെട്ടാതിരുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്, ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് നഖം വളർത്തുക എന്നുള്ളത്. പക്ഷേ എൻ്റെ അങ്ങനെ വളരൂല കേട്ടോ. എൻ്റെ നഖം പെട്ടെന്ന് പൊട്ടിപ്പോണ ആ ഒരു ഐറ്റം നഖമാണ്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല ഇത്രയും നിന്നത്. അപ്പോൾ അത് അവിടെ ഇങ്ങനെ നിൽക്കട്ടെ വിചാരിച്ചു, അല്ലാതൊന്നുമല്ല. പൊതുവെ നഖത്തിലെ മൈലാഞ്ചിൻ്റെ കളർ പോയി ലൈറ്റ് കളറായില്ല. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തിയോടും കൂടി ഉണ്ടാവും. അപ്പം നിങ്ങളെ കമൻറ്റിനെ മാനിച്ച് ഞാനതൊക്കെ ഒഴിവാക്കിക്കണു. പിന്നെ നമുക്ക് ഇന്ന് സ്പെഷ്യൽ എന്തൊക്കെയാണ് നോക്കാം. ബീഫാണ് കേട്ടോ. ഒന്ന് അമ്മ നേരത്തെ ബീഫൊക്കെ അടുപ്പിൽ വെച്ച് അങ്ങനെ പോയിട്ട് പിന്നെ ഞാൻ കുറച്ച് അതിന് ബീഫ് എടുത്ത് മാറ്റി എണ്ണക്കടിക്കുള്ളത്, പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ബീഫിലേക്ക് വിട്ട് കൊടുത്തിട്ടോ. മാറ്റി വെച്ച ബീഫ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടോ. നമ്മൾ എണ്ണക്കടിക്കുള്ളതാണ്. ഇന്നത്തെ ജ്യൂസ് വത്തക്കയാണ്. അപ്പം ഞാൻ അതൊന്ന് നേരത്തെ അടിച്ചു വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് എണ്ണക്കടി ഉണ്ടാക്കുന്നത് കോഴിയടയാണ് കേട്ടോ. സോറി, കോഴിയടയല്ല, ഇറച്ചിയട. കാരണം കോഴിയല്ല, ഫില്ലിങ് ഇറച്ചിയാണല്ലോ. പിന്നെ നമ്മൾ അബ്ബ നാട്ടിലെത്തിക്കൊണ്ട് ഞങ്ങൾ കുക്ക് ചെയ്യുന്ന ടൈമിലാണ് ആൾ വന്നത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ പോകാൻ ഇറങ്ങി. സോജത്തുമി ഉണ്ടായിരുന്നു. ആൾക്ക് പിന്നെ വീഡിയോയിലൊന്നും വരാൻ അങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആളെ വല്ലാതെ കാണിക്കാത്ത. വത്തക്ക ജ്യൂസ് ഉള്ള ടൈമിൽ നമുക്ക് വേറെ ജ്യൂസ് മസ്റ്റ് ആണ് കേട്ടോ. കാരണം മോനുവിന് അത് പറ്റാത്തതുകൊണ്ട്. പിന്നെ ഞാൻ അവിടേക്ക് ക്ലീൻ ആക്കാൻ അമ്മാൻ്റെ സ്ഥിരം തുടപ്പെടുത്തു. പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ ഞാൻ ഈ ഒരു ഐറ്റം എടുത്തിട്ടാണ് തുടച്ചത് കേട്ടോ. അത് അടിപൊളിയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കോട്ടോപാടത്തേക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അമ്മക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തൊക്കെ കാണിച്ചു കൊടുത്തു. ഇത് മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിൽ ഒരുപാട് പീസ് വരുന്നുണ്ട്. ചെറിയ റേറ്റേ വരുന്നുള്ളൂ. പിന്നെ ഇത് നമുക്ക് കഴുകി വീണ്ടും വീണ്ടും ഉപയോഗിക്കാനും പറ്റും കേട്ടോ. കണ്ടില്ലേ, നല്ല രീതിക്ക് ക്ലീൻ ആയില്ലേ. പിന്നെ അത് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അഴുക്കൊന്നും പിടിച്ചാൽ അറിയില്ല. കാരണം വൈറ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊരു കളറൊക്കെ മങ്ങി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു രീതിയാവൂലേ. പിന്നെ അത് ഈ ഒരു ക്ലീനർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് എല്ലായിടും ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തു. ഈ ഫൈബർ ക്ലോത്തിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. താല്പര്യമുള്ളവർ വാങ്ങിച്ചോ. അപ്പോൾ ഞാൻ ഈ ഒരു ടേബിളും കൂടി ക്ലീൻ ആക്കി എടുത്തു. ടേബിളിൽ ഞാൻ വാൾ സ്റ്റിക്കറാണ് യൂസ് ചെയ്തത്. അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇറച്ചിയുടെ സെറ്റായി. ഇന്നത്തെ ഫുഡ് നെയ്ച്ചോറാണ്. അതമ്മ കുക്കറിലാക്കി വെച്ചിരിക്കണു. പിന്നെ ഞാൻ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ ചിലപ്പോൾ എല്ലാം സെറ്റാക്കി ടേബിളിൽ വെച്ച് കഴിയൂട്ടോ. ചിലപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ടൈമിലേക്കാരും ഓടി 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 ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിട്ടോ. ഈ വീഡിയോ എടുക്കണമ്പോൾ തോന്നും ഞാനാണ് എല്ലാ പണി എടുക്കണേന്ന്. ഞാനല്ല, ഉമ്മയാണ് കേട്ടോ എടുക്കണത്. ജസ്റ്റ് ഞാൻ എല്ലാത്തിനും ഒപ്പം ഉണ്ട് എന്ന് തന്നെ ഉള്ളൂ. ഉമ്മാനെ ചില സമയങ്ങളിൽ വീഡിയോ എടുക്കാൻ കിട്ടണില്ല. അതുകൊണ്ടാണ് സച്ചുതായി തൂങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹൈറ്റ് കൂടാൻ വേണ്ടിയിട്ട് ലൈറ്റാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് മുകളിൽ എവിടെയെങ്കിലും ലിങ്ക് കൊടുക്കാം. അങ്ങനെ തൂങ്ങിയിട്ട് ഹൈറ്റ് ഇല്ലാത്തപോലെ ഹൈറ്റ് കൂടുതലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. പിന്നെ അത് നമ്മൾ നോമ്പ് തുറക്കുകയാണ്. 2 ഐറ്റം ജ്യൂസ് ഉണ്ട്. പിന്നെ ഇറച്ചിയട ഉണ്ട് കേട്ടോ. ഇറച്ചിയട അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഇറച്ചിയട ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വൈകുന്നേരം നെയ്ച്ചോറും പിന്നെ ഈ ഒരു ഉള്ളി സാലഡും കൂട്ടിയിട്ട് ഇത് വെറുതെ തിരുമ്മി എടുത്തതാണ്. ഉള്ളിയും മുളകും വെളിച്ചെണ്ണയൊക്കെ കൂട്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ തിരുമ്മി വെച്ചിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ. പിന്നെ ബീഫും നെയ്ച്ചോറും കൂട്ടിയിട്ട് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിയപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.